കേരളത്തിൽ മെസ്സിയും അർജൻറ്റീനൻ ഫുട്ബോൾ ടീമും കളിക്കാൻ വരുന്നു എന്നുള്ളതായിരുന്നു. മന്ത്രിയുടെ ആദ്യ പ്രഖ്യാപനം അനുസരിച്ച് ഇപ്പോൾ കേരളത്തിൽ മെസ്സി കളിച്ചുകൊണ്ടിരിക്കേണ്ട സമയമാണ്. എന്നാൽ ഏറ്റവും ഒടുവിൽ പുറത്തു വന്ന വാർത്ത അനുസരിച്ച് കേരളത്തിൽ മെസ്സി വരുന്നില്ല എന്നും അർജൻറ്റീനൻ ടീം കളിക്കാൻ പോകുന്നില്ല എന്നുമുള്ളതുമാണ്. ഇതുമായി ബന്ധപ്പെട്ട് കേരളത്തിലെ കായിക മന്ത്രിയോട് ചോദ്യങ്ങൾ ചോദിക്കുന്ന സമയത്ത് കായിക മന്ത്രിയുടെ മറുപടി ഇതിനൊന്നും തന്നോട് മറുപടി പറയേണ്ട കാര്യമില്ല എന്നും, മറുപടി പറയുകയാണെങ്കിൽ മറ്റേ ഭാഷയിൽ മറുപടി പറയേണ്ടി വരും എന്നുള്ളതുമാണ്. ഇങ്ങനെയാണോ കേരളത്തിലൊരു കായിക മന്ത്രി മറുപടി പറയേണ്ടത്? കായിക മന്ത്രി വി അബ്ദുറഹ്മാൻ്റെ വീട്ടിലെ എന്തെങ്കിലും കാര്യമല്ല മാധ്യമപ്രവർത്തകർ ചോദിച്ചത്. കേരളത്തിലെ ജനങ്ങൾക്ക് വേണ്ടിയാണ് മാധ്യമപ്രവർത്തകർ ചോദിച്ചത്. മെസ്സിയുടെ വരവുമായി ബന്ധപ്പെട്ട വ്യക്തത വരുത്തേണ്ടത് അതിൻ്റെ ഉത്തരവാദിത്തം കായിക മന്ത്രിയാണ്. കേരളത്തിലെ ജനങ്ങളോ ഫുട്ബോൾ ആരാധകരോ കായിക ആരാധകരോ ഒന്നും മന്ത്രിയോട് അങ്ങോട്ട് ആവശ്യപ്പെട്ടിട്ടല്ല മെസ്സി വരുന്നു അല്ലെങ്കിൽ മെസ്സിയെ കൊണ്ടുവരുന്നു എന്നൊരു അവകാശവാദം സർക്കാർ നടത്തിയത്. മാത്രമല്ല, സാധാരണക്കാരന് നികുതി പണം ചെലവഴിച്ചിട്ടാണ് ഈ മെസ്സിയെ കൊണ്ടുവരാൻ വേണ്ടി യൂറോപ്പിൽ കായിക മന്ത്രിയും സംഘവും ടൂറടിച്ചത്. അതിനുവേണ്ടി ലക്ഷക്കണക്കിന് രൂപ ചെലവഴിച്ചിട്ടുണ്ട്. മന്ത്രി സ്പെയിനിൽ പോകുന്നു, അർജൻറ്റീനൻ ഫുട്ബോൾ അസോസിയേഷനുമായി ചർച്ച നടത്തി എന്ന അവകാശവാദം ഉന്നയിക്കുന്നു. അതിനുശേഷമാണ് അദ്ദേഹം കേരളത്തിൽ വന്ന് ഒക്ടോബർ മാസം അവസാനം മെസ്സിയും അർജൻറ്റീനൻ ടീമും കേരളത്തിൽ കളിക്കാൻ വരും എന്ന പ്രഖ്യാപനം നടത്തിയത്. പിന്നീട് ഈ മെസ്സിയുടെ വരവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്കായി ഒരു സ്പോൺസറെ കണ്ടെത്തുന്നു. ആ സ്പോൺസറുടെ കാര്യങ്ങൾ കായിക മന്ത്രി പ്രഖ്യാപിക്കുന്നു. അപ്പോൾ കായിക മന്ത്രി മറുപടി പറയേണ്ട വളരെ പ്രധാനപ്പെട്ട ചില ചോദ്യങ്ങളുണ്ട്. ഒരു സർക്കാർ ഇവൻറ്റിന് എങ്ങനെയാണ് ഒരു സ്പോൺസറെ തീരുമാനിച്ചത്? അതിൻ്റെ ക്രൈറ്റീരിയ എന്താണ്? ആ സ്പോൺസറുടെ യോഗ്യത എന്താണ്? റിപ്പോർട്ടർ ടി വിയുടെ ഉടമകളാണ്, റിപ്പോർട്ടർ ടി വിയാണ് ഈ ഇവൻറ്റിൻ്റെ മുഴുവൻ സ്പോൺസറായി സർക്കാർ പ്രഖ്യാപിച്ചത്. എന്ത് യോഗ്യതയാണ് ഒരു സർക്കാർ ഇവൻറ്റ് നടത്താനുള്ള സ്പോൺസറായി റിപ്പോർട്ടർ ടി വിയെ ചുമതലപ്പെടുത്താൻ സർക്കാർ കണ്ടെത്തിയിട്ടുള്ളത്? ഞങ്ങൾ കണ്ടെത്തിയ കുറേ യോഗ്യതകളുണ്ട്. അത് ഞങ്ങൾ മാത്രം കണ്ടെത്തിയതല്ല, കേരളത്തിലെ ജനങ്ങൾക്കൊക്കെ അറിയാവുന്നതാണ്. ഇപ്പോൾ കഴിഞ്ഞ കുറേ ദിവസങ്ങളായി അർജൻറ്റീനൻ ടീമിൻ്റെ വരവുമായി ബന്ധപ്പെട്ട്, മെസ്സിയുടെ വരവുമായി ബന്ധപ്പെട്ട് പ്രഖ്യാപനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ പറയുന്ന റിപ്പോർട്ടർ ടി വിയുടെ ഉടമകളുടെ യോഗ്യതകൾ എന്തൊക്കെയാണ്? ഒരു മാംഗോ ഫോൺ, 3 ദിവസം വരെ ചാർജ് നിൽക്കുന്ന ഒരു ഫോണ് കേരളത്തിൽ വിപണിയിൽ ഇറക്കുന്നു എന്ന് പറഞ്ഞ് വലിയ പ്രഖ്യാപനം നടത്തി സച്ചിൻ ടെണ്ടുൽക്കറേയും അതുപോലെ തന്നെ അമിതാഭ് ബച്ചനെയും ഒക്കെ ബ്രാൻഡ് അംബാസിഡർമാരാക്കി എന്ന അവകാശവാദം ഉന്നയിച്ച് ഒരു പ്രഖ്യാപനം നടത്തി. മാംഗോ ഫോൺ വന്നോ? കേരളത്തിൽ മാംഗോ ഫോൺ ഉണ്ടോ? എറണാകുളത്തെ ബാങ്ക് ഓഫ് ബറോഡയിൽ നിന്ന് 2,68,00,000 രൂപ തട്ടിയ കേസിൽ, വ്യാജരേഖ ചമച്ച് തട്ടിയ കേസിൽ ഈ പറയുന്ന റിപ്പോർട്ടർ ടി വിയുടെ ഉടമകൾ പ്രതികളാണ്. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ട്രാവൻകൂറിൽ 13 കോടി രൂപ വ്യാജരേഖ ചമച്ച് തട്ടിയ കേസിൽ അന്വേഷണം നേരിടുന്ന വ്യക്തിയാണ്. ഹോളിഡേ ഇൻ എന്ന് പറയുന്ന ഹോട്ടൽ, കൊച്ചിയിലെ ഹോട്ടൽ, ഈ പറയുന്ന ആളുകളുടെ ഭാര്യമാരുടെ പേരിലാണ് കേസുള്ളത്. 100-ലധികം കോടി രൂപയുടെ തട്ടിപ്പുമായി ബന്ധപ്പെട്ട കേസിൽ പ്രതികളാണ്. കളമശ്ശേരി പോലീസ് സ്റ്റേഷനിൽ ഒരു അനിൽകുമാർ കൊടുത്ത ഒരു പരാതി, ഒരു ലോറി കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് 21 ലക്ഷം രൂപ തട്ടിയ കേസിലെ പ്രതികളാണ്. മുട്ടിൽ മരം മുറി കേസ് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അതിൻ്റെ FIRൻ്റെ കോപ്പികളൊക്കെ എൻ്റെ കൈവശമുണ്ട്. എന്താ കുറ്റപത്രത്തിൽ പറയുന്നത്?
പാവങ്ങളായ കർഷകരെയും ആദിവാസികളെയും ഒക്കെ പറഞ്ഞു പറ്റിച്ച് നിസ്സാര തുക കൊടുത്ത് ഞങ്ങളുടെ കയ്യിൽ മരം മുറിക്കാനുള്ള രേഖകളുണ്ട് എന്ന് കള്ളം പറഞ്ഞ് വിശ്വസിപ്പിച്ച് സർക്കാരിൻ്റെയും അതുപോലെ തന്നെ ഈ ആദിവാസികളുടെയും ചെറുകിട ഭൂവുടമകളുടെയും ഒക്കെ സ്ഥലത്തെ മരം മുറിച്ചു കൊണ്ടുപോയി എന്ന കേസിലെ പ്രതികളാണ്. അതുപോലെ മീനങ്ങാടി പോലീസ് സ്റ്റേഷനിൽ 11 കേസാണ് ഇവർക്കെതിരെ ഉള്ളത്. മീനങ്ങാടി പോലീസ് കൊടുത്ത റിപ്പോർട്ട്, കോടതിയിൽ കൊടുത്ത റിപ്പോർട്ട് പ്രകാരം ഈ പറയുന്ന റിപ്പോർട്ടർ ടിവിയുടെ ഉടമകൾ റൗഡി പട്ടികയിൽ ഉൾപ്പെട്ട ആൾക്കാരാണ്. ഇനി ഇവരുടെ അവകാശവാദം എന്തൊക്കെയായിരുന്നു? വയനാട് മുണ്ടക്കൈ ചൂരൽമല, ആ മുണ്ടക്കൈ ചൂരൽമല ദുരന്തമുണ്ടായ സമയത്ത് ഇവർ കൊടുത്ത അവകാശവാദം അവരുടെ ചാനൽ തന്നെ പ്രസിദ്ധീകരിച്ചാണ്. വയനാടിന് കൈത്താങ്ങാവാൻ റിപ്പോർട്ടർ ടിവി ടൗൺഷിപ്പ് 150 ഏക്കർ, ഒരാൾക്ക് 15 സെൻറ്റും വീടും, സ്കൂള്, അമ്പലം, ക്രിസ്ത്യൻ പള്ളി, മുസ്ലിം പള്ളി, ഇതെല്ലാം ഈ 150 ഏക്കർ ടൗൺഷിപ്പിൽ നിർമ്മിച്ചു കൊടുക്കും എന്ന അവകാശവാദം നിർമ്മിച്ചു കൊടുത്തോ? അപ്പോൾ ഇങ്ങനെയുള്ള വ്യക്തികളെ സർക്കാർ ഒരു സർക്കാർ ഇവൻറ്റിൻ്റെ സ്പോൺസറായി പ്രഖ്യാപിക്കുന്നു. ഇനിയോ എന്തെല്ലാം പ്രചരണമാണ് അതിൻ്റെ പേരിൽ നടത്തിയത്? കലൂർ സ്റ്റേഡിയം നവീകരിക്കാൻ പോകുന്നു. 2000 ആളുകൾ കലൂർ സ്റ്റേഡിയത്തിൻ്റെ നവീകരണത്തിന് പണിയെടുക്കുന്നു എന്നാണ് പറയുന്നത്. ഞാൻ മാധ്യമപ്രവർത്തകരെ കലൂർ സ്റ്റേഡിയത്തിലേക്കൊന്ന് ക്ഷണിക്കുകയാണ്. അതിൻ്റെ വീഡിയോ ദൃശ്യങ്ങൾ എൻ്റെ കയ്യിലുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം അവിടുന്ന് പകർത്തിയ വീഡിയോ ദൃശ്യങ്ങൾ. 100-ൽ താഴെ ആളുകളാണ് അവിടെ കലൂർ സ്റ്റേഡിയത്തിൻ്റെ അകത്തും പുറത്തുമായി പണിയെടുത്തത്. സ്റ്റേഡിയത്തിൻ്റെ പുറത്ത് റോഡിൻ്റെ ഒക്കെ പണി നടത്തുന്ന ആളുകളാണ്. അത് ഇതുമായി ബന്ധപ്പെട്ട പണിയാണോ എന്ന് പോലും അറിയില്ല. അവരാരാണ് അവിടെ ഈ പണിക്ക് ഏൽപ്പിച്ചതെന്ന് അതും വ്യക്തമല്ല. പക്ഷെ ആകെ കലൂർ സ്റ്റേഡിയത്തിൻ്റെ അകത്തും പുറത്തുമായി കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം പണിയെടുത്തത് 100-ൽ താഴെ ആളുകളാണ്. അപ്പം നവംബറിൽ മെസ്സി വരുന്നുണ്ടായിരുന്നുവെങ്കിൽ അങ്ങനെയുള്ളൊരു പണിയാണോ കലൂർ സ്റ്റേഡിയത്തിൽ നടക്കുക? ഇത് വളരെ വ്യക്തമാണ്. മെസ്സിയെ കൊണ്ടുവരാനൊന്നും ഇവരാരും ഉദ്ദേശിച്ചിട്ടില്ല. മെസ്സിയെ കൊണ്ടുവരുമെന്ന പ്രചരണം നടത്തി. പ്രചരണം എന്ന് പറഞ്ഞാൽ എത്രത്തോളമുള്ള പ്രചരണമാണ്? രാമനാട്ടുകരയിൽ നിന്ന് വളാഞ്ചേരി വരെ തുറന്ന വാഹനത്തിൽ മെസ്സിയും സംഘവും 50 ലക്ഷം ആളുകൾ റോഡിൻ്റെ സൈഡിൽ. വളാഞ്ചേരി മുനിസിപ്പാലിറ്റിയിൽ അടുത്ത തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുമെന്ന് പറഞ്ഞിട്ടില്ല, ബാക്കിയെല്ലാം പറഞ്ഞിട്ടുണ്ട്. മെസ്സി അടുത്ത വളാഞ്ചേരി മുനിസിപ്പാലിറ്റിയിൽ മത്സരിക്കുമെന്ന് പറഞ്ഞിട്ടില്ല, ബാക്കിയെല്ലാം പറഞ്ഞു. രാമനാട്ടുകരയിൽ നിന്ന് തുറന്ന വാഹനത്തിൽ ആളുകളൊക്കെ അഭിവാദ്യം ചെയ്ത് അത് റോഡിൻ്റെ ഇടതേ ഭാഗത്ത് വലതേ ഭാഗത്ത് അതിൻ്റെ ആനിമേഷൻ വീഡിയോ. വരാത്തൊരാൾ ഇങ്ങനെ വരുന്നു എന്നൊരു പ്രചരണം നടത്തിയത് എന്തിനാണ്? അർജൻറ്റീനയിൽ പോയി 4 ഫോട്ടോ എടുക്കുക, എന്നിട്ട് അവിടെ നിന്നുള്ള ഏതൊരു കൊമേഴ്ഷ്യൽ വിഭാഗത്തിൻ്റെ ഏതോ ഒരാളെ എന്തോ പറഞ്ഞ് പറ്റിച്ച് ഈ പറഞ്ഞൊക്കെ പറ്റിക്കുന്ന ആൾക്ക് ഇതൊക്കെ വളരെ എളുപ്പമാണല്ലോ. കൊച്ചിയിൽ സ്റ്റേഡിയത്തിൽ കൊണ്ടുവന്നൊരു ഫോട്ടോ എടുത്ത് അയാളും പോയി. മെസ്സി വരാനുള്ള ഒരു ശ്രമവും സംസ്ഥാന സർക്കാരോ സ്പോൺസറോ ഒന്നും നടത്തിയിട്ടില്ല. പിന്നെ എന്തിന്? ഇതിൻ്റെ മറവിൽ, മെസ്സിയെ കൊണ്ടുവരുന്നു എന്ന മറവിൽ ഒരു വലിയ ഉഡായിപ്പ് ഇവർ നടത്തിയിട്ടുണ്ട്. ആ ഉഡായിപ്പ് എന്താണെന്നുള്ളത് വരും ദിവസങ്ങളാണ് വ്യക്തമാകേണ്ടത്. ഇപ്പോൾ 139 കോടി രൂപ അങ്ങോട്ട് അയച്ചു എന്ന് പറയുന്നു. 139 കോടി രൂപ അങ്ങോട്ട് അയച്ചിട്ടുണ്ടോ? എങ്കിൽ ആ പണം ഏത് പണമാണ്? സർക്കാർ നടത്തിയ അഴിമതിയുടെ പണമാണോ? അല്ലെങ്കിൽ ഈ പറയുന്ന മറ്റേതെങ്കിലും കള്ളപ്പണമാണോ? ഈ കള്ളപ്പണം അങ്ങോട്ടേക്ക് കയറ്റിയേക്കാനുള്ള ഒരു തന്ത്രം എന്ന നിലക്കാണോ ഇത്തരമൊരു നാടകം? ഇത് ഫുൾ പ്ലാൻഡാണ്, സ്ക്രിപ്റ്റഡാണ് ഈ നാടകം ജനങ്ങളുടെ മുമ്പിൽ അവതരിപ്പിച്ചത്. കലൂർ സ്റ്റേഡിയത്തിന് 70 കോടിയല്ല, അതിൻ്റെ ഇരട്ടിയിലേറെ തുക ചിലവാക്കും എന്നാണ് പറഞ്ഞത്. 100-ൽ താഴെ ആളുകൾ എത്ര മാസം പണിയെടുക്കണം ഈ പറയുന്ന 70 കോടി ചിലവാക്കണമെങ്കിൽ? അതൊക്കെ പച്ചക്കള്ളമായിരുന്നു. ആർക്കും പരിശോധിച്ചാൽ ബോധ്യമാകുന്ന സത്യമാണ്.
ഇങ്ങനെ കലൂർ നവീകരണത്തിൻ്റെ പേര് പറഞ്ഞ് ഇനി ഈ നവീകരണത്തിൻ്റെ ചുമതല എങ്ങനെയാണ് ഒരു സ്വകാര്യ വ്യക്തി ഏൽപ്പിക്കുന്നത്? എന്താണ് അതിൻ്റെ മാനദണ്ഡം? ഇപ്പം ഞാൻ നാളെ പോയിട്ട് എനിക്ക് സെക്രട്ടേറിയറ്റ് നവീകരിക്കണം എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഉത്തരവാദിത്തം എന്നെ ഏൽപ്പിക്കുമോ? അങ്ങനെ സർക്കാരിൻ്റെ മുതലുകൾ ആർക്കെങ്കിലും അങ്ങനെ നവീകരിക്കാൻ കഴിയുമോ? അതിനൊന്നും ഒരു പ്രൊസീജിയേഴ്സ് ഇല്ലേ? നടപടിക്രമങ്ങളില്ലേ? എന്തായിരുന്നു നടപടിക്രമം? ഈ പറയുന്ന എത്രയും അധികം കേസുകളിൽപ്പെട്ട മാത്രമല്ല ഇതിപ്പോൾ നമ്മൾ മാധ്യമ പിന്നെ വാർത്തകളും മറ്റതൊക്കെ പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞ കാര്യങ്ങളാണ്. സർക്കാരിന് ഇതിനേക്കാൾ കൂടുതൽ ഇൻ്റലിജൻസ് റിപ്പോർട്ട് ഉണ്ടാവില്ലേ? അപ്പോൾ ഇത്തരം ഷേഡി ക്യാരക്ടറായിട്ടുള്ള ഡൂബിയസ് ക്യാരക്ടറായിട്ടുള്ള ഒരു വ്യക്തിയെ ഒരു സർക്കാരിൻ്റെ ഒരു ഇവൻ്റ് ഏൽപ്പിക്കുമ്പോൾ സർക്കാരിന് ഇക്കാര്യങ്ങളൊന്നും അറിയില്ലേ? എന്നിട്ട് ഉയർന്ന പോലീസ് ഉദ്യോഗസ്ഥന്മാരുമായിട്ട് മീറ്റിങ്ങിനുള്ള അവസരം ഉണ്ടാക്കി കൊടുക്കുന്നു. സർക്കാർ തന്നെ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന നിരവധി കേസുകളിൽ പ്രതിയായിട്ടുള്ള ഒരാളെ കേരളത്തിലെ ഉയർന്ന പോലീസ് ഉദ്യോഗസ്ഥന്മാരുമായിട്ട് ചേർന്ന് മീറ്റിംഗ് നടത്താനുള്ള അനുമതി എങ്ങനെയാണ് സംസ്ഥാന സർക്കാർ കൊടുക്കുന്നത്? ഇതിൻ്റെ റിസൾട്ടുകളും കണ്ടു തുടങ്ങി. ഇപ്പം മുട്ടിൽ മരമുറി കേസിൽ പാവങ്ങളായിട്ടുള്ള ആദിവാസികളുടെ പേരിൽ നോട്ടീസ് വരാൻ തുടങ്ങി. ഒരു ആദിവാസിക്ക് ഫൈൻ വന്നത് 80 ലക്ഷം റുപ്യയാണ്. 80 ലക്ഷം രൂപ എങ്ങനെ ആദിവാസി അടയ്ക്കുക? റവന്യൂ ഉദ്യോഗസ്ഥന്മാർ ഇതിനൊക്കെ നോട്ടീസ് കൊടുത്തു. ഇവിടെ നവംബർ 1-ാം തീയതി പിന്നെ ദാരിദ്ര്യമുക്ത കേരളമായിട്ട് പ്രഖ്യാപിക്കാൻ പോവാണല്ലോ. ഈ പറയുന്ന വയനാട്ടിലെ ആദിവാസി ഊരുകളിലൊക്കെ പോയാൽ ഇവിടെ ദരിദ്രരുണ്ടോ ഇല്ലേ എന്നുള്ളത് കാണാൻ പറ്റും. ഈ പാവങ്ങളൊക്കെ കബളിപ്പിച്ച് വഞ്ചിപ്പിച്ച് ഈ മരം മുറിച്ചുകൊണ്ടുപോയി അവർക്കിപ്പോൾ നോട്ടീസും കൊടുത്ത് അവരെ പട്ടിണിയിലേക്ക് തള്ളിവിടുകയാണ്. മന്ത്രിമാരുടെയും മുഖ്യമന്ത്രിയുടെയൊക്കെ വീട്ടിൽ കുടുംബമൊക്കെ ഇപ്പോൾ ദരിദ്രമുക്തരായിട്ടുണ്ട്. ഇവിടെ സാധാരണക്കാരൻ്റെ വീടുകളിൽ പട്ടിണിയാണ്. അപ്പോഴാണ് ഇവർ ഈ നവംബർ 1-ന് ഈ പ്രഖ്യാപനം നടത്താൻ പോകുന്നത്. അപ്പോൾ കായിക മന്ത്രി കൃത്യമായി മറുപടി പറയണം. കായിക മന്ത്രി മാധ്യമപ്രവർത്തകരെ തെറി പറഞ്ഞിട്ട് രക്ഷപ്പെടാമെന്ന് വിചാരിക്കണ്ട. കാരണം സർക്കാരിൻ്റെ മറുപടി ഞങ്ങളുടെ കയ്യിലുണ്ട്. ഇതിനകത്ത് കൃത്യമായി പറയുന്നുണ്ട്. എന്താ പറഞ്ഞിരിക്കുന്നത് അറിയോ? കായിക മന്ത്രി സ്പെയിൻ സന്ദർശിച്ചിട്ടുണ്ട്. കായിക വകുപ്പ് സെക്രട്ടറി, കായിക യുവജനകാര്യ ഡയറക്ടർ ഇവരൊക്കെ മന്ത്രിയെ അനുഗമിച്ചിട്ടുണ്ട്. അവർ പോയത് അർജൻറ്റീന ഫുട്ബോൾ അസോസിയേഷൻ ഭാരവാഹികളുമായി ചർച്ച നടത്താനും അതുപോലെ അർജൻറ്റീന ടീമിനെ, ഫുട്ബോൾ ടീമിനെ കേരളത്തിലേക്ക് ക്ഷണിക്കുക എന്ന ആവശ്യത്തിന് വേണ്ടിയിട്ടാണ് കായിക മന്ത്രി സംഘവും പോയത് എന്ന് പറയുന്ന വിവരാവകാശ പ്രകാരം കിട്ടിയ മറുപടി കൈവശമുണ്ട്. അപ്പോൾ കായിക മന്ത്രി മാത്രമല്ല അതിന് 13 ലക്ഷം രൂപ ചെലവഴിച്ചു എന്നത് മറുപടിയും കൈവശമുണ്ട്. അത് നേരത്തെ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തതാണ്. അപ്പോൾ അതുകൊണ്ട് കായിക മന്ത്രിയോട് ചോദിക്കുമ്പോൾ ഇതെന്തോ വീട്ടിലെ കാര്യം ചോദിച്ച പോലെ അല്ല കായിക മന്ത്രി മറുപടി പറയേണ്ടത്. ഇതിന് കൃത്യമായി മറുപടി പറയണം. എന്തിനാണ് ജനങ്ങളെ കബളിപ്പിച്ചത്? മെസ്സിയുടെ പേരിൽ എന്തിനാണ് കേരളത്തിലെ ജനങ്ങളെ വിഡ്ഢികളാക്കിയത്? ഇതിൻ്റെ മറവിൽ നിങ്ങൾ എന്താണ് ചെയ്തത്? ഇതിൻ്റെ പേരിൽ സാമ്പത്തിക ഇടപാട് നടത്തിയിട്ടുണ്ടോ? കേരളത്തിന് വേണ്ടിയിട്ടാണല്ലോ സ്പോൺസർ എന്ന് പറയുന്നത് പുറത്തുള്ളൊരു വ്യക്തിയാണ്. കേരള സർക്കാരിന് വേണ്ടിയിട്ടാണല്ലോ ഈ പണം മുടക്കിയത്. ഈ പണം അങ്ങോട്ടേക്ക് അയച്ചിട്ടുണ്ടോ? 139 കോടി രൂപ അയച്ചു എന്നാണ് നേരത്തെ അവകാശവാദം സ്പോൺസർ ഉന്നയിച്ചത്. അങ്ങനെ പണം അയച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ രേഖകൾ പുറത്തുവിടണം. കാരണം സർക്കാരിന് വേണ്ടിയിട്ടാണല്ലോ ഈ പണം സ്വകാര്യ വ്യക്തിയാണെങ്കിലും വേറെ വ്യക്തിയാണെങ്കിലും ചെലവഴിച്ചത്. ഈ പണം ഇടപാട് നടത്തിയതിൻ്റെ രേഖകൾ പുറത്തുവിടാൻ കായിക മന്ത്രി തയ്യാറുണ്ടോ? കായിക മന്ത്രിക്ക് ഇതിലുള്ള പങ്കെന്താണ്? സ്പോൺസർക്ക് ഇതിലുള്ള പങ്കെന്താണ്? കേരളത്തിലെ മുഖ്യമന്ത്രി പറഞ്ഞത് ഇങ്ങനെയുള്ള അവതാരങ്ങളെയൊന്നും സർക്കാരിൻ്റെ അധികാര ഇടനാഴികളിൽ കാണില്ല എന്നാണ്. മുഖ്യമന്ത്രി അറിയാതെയാണോ ഇത് ചെയ്തത്? ഞാൻ ചോദിക്കുന്ന മുഖ്യമന്ത്രിയല്ലേ ഇൻ്റലിജൻസ് വകുപ്പിൻ്റെ ഹെഡ്. ഇത്രയധികം കേസുകളിൽ പ്രതിയായിട്ടുള്ള, നിരവധി വഞ്ചനാ കേസിൽ, തട്ടിപ്പ് കേസിൽ പ്രതിയായിട്ടുള്ള കേരള പോലീസ്, പിണറായി വിജയൻ്റെ കീഴിലുള്ള പോലീസ് തന്നെ റൗഡി ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരാളെ സർക്കാരിൻ്റെ ഒരു സ്പോൺസറായിട്ട് പ്രഖ്യാപിക്കുമ്പോൾ കേരളത്തിലെ മുഖ്യമന്ത്രിക്ക് ഇത് അറിയില്ലേ? എങ്കിലും മുഖ്യമന്ത്രി പറയട്ടെ, മുഖ്യമന്ത്രി അറിയാതെയാണ് അദ്ദേഹത്തെ ഈ സ്പോൺസറാക്കിയത്, അദ്ദേഹത്തെ കല്ലൂർ സ്റ്റേഡിയത്തിന് നവീകരണം ഏൽപ്പിച്ചത്, സർക്കാരിൻ്റെ ഒരു പ്രോഗ്രാമിൻ്റെ സ്പോൺസർ. ഞാൻ ചോദിക്കട്ടെ, നിങ്ങളുടെ ആരുടെയും വീട്ടിലെ കല്യാണം ഇത്തരം തട്ടിപ്പ് കേസിൽ ഒരു പ്രതിയെ ഏൽപ്പിക്കാം ഈ അതിൻ്റെ ഇവൻ്റ് നടത്താൻ? എന്നിട്ടല്ലേ സർക്കാരിന് ഇത്രയും വലിയൊരു പ്രോജക്റ്റ് ഏൽപ്പിക്കുന്നത്? നമ്മുടെ വീട്ടിലൊരു കല്യാണത്തിൻ്റെ ഇവൻ്റ് ഏൽപ്പിക്കുമോ? നമുക്ക് ധൈര്യം ഉണ്ടാവുമോ?
കാരണം പറഞ്ഞതൊന്നും പാലിച്ചില്ല എന്ന് മാത്രമല്ല അതിന് വഞ്ചനയും തട്ടിപ്പും നടത്തി നിരവധി ആളുകളെ പണം തട്ടിയെടുത്ത് അപഹരിച്ച് കേസുകളിൽ പ്രതിയായി റൗഡി ലിസ്റ്റിൽ ഉൾപ്പെട്ട ഒരു വ്യക്തിയെ സർക്കാർ എങ്ങനെയാണ് ഇത് ഏൽപ്പിച്ചത്? അതിൻ്റെ സർക്കാരിൻ്റെ താല്പര്യം എന്താണ്? സർക്കാരിൻ്റെ നേട്ടം എന്താണ്? ഇവർക്കുള്ള നേട്ടം ഇപ്പോൾ വ്യക്തമായി കഴിഞ്ഞു. കേസുകളിൽ നിന്നൊക്കെ രക്ഷപ്പെടാൻ പോകുന്നു. കേസിലെ യഥാർത്ഥ പ്രതികൾ രക്ഷപ്പെട്ട് വളരെ പാവങ്ങളായ ആദിവാസികളും അതുപോലെ തന്നെ ചെറുകിട ഭൂവുടമകളുമൊക്കെ ഇതിൻ്റെ ദുരന്തഫലം അനുഭവിക്കാൻ പോകുന്നു. ഇതിന് കായിക മന്ത്രി നിർബന്ധമായും മറുപടി പറയണം. കായിക മന്ത്രിക്ക് എങ്ങനെയാണ് മറുപടി പറയാതെ ഒഴിഞ്ഞു മാറാൻ കഴിയുക? മെസ്സി വരും കേട്ടോ എന്നായിരുന്നല്ലോ വീരവാദം. കേരളത്തിലെ ജനങ്ങളോടാണ് പറഞ്ഞത്. പണമുള്ള ആരെ ഏൽപ്പിക്കോ? ഒരു സർക്കാരിൻ്റെ ഒരു പ്രോജക്റ്റ് ഒരാളെ ഏൽപ്പിക്കുന്നതിൻ്റെ മാനദണ്ഡം അയാൾക്ക് പണമുണ്ട് എന്നുള്ളത് മാത്രമാണോ? അതുകൊണ്ടാണല്ലോ കേരളത്തിലെ മുഖ്യമന്ത്രി പറഞ്ഞത് അവതാരങ്ങളൊന്നും ഉണ്ടാവില്ല എന്ന്. ഇങ്ങനെ സർക്കാരിൻ്റെ തന്നെ പോലീസ് അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കേസിൽ അങ്ങനെയുള്ളപ്പോൾ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ഏൽപ്പിച്ചത്, സ്വർണ്ണപ്പാളി ഏൽപ്പിച്ചത്, അതിൻ്റെ ഫലം നമ്മൾ കണ്ടല്ലോ. സ്വർണ്ണപ്പാളി ഇത്തരം ആളുകളെ ഏൽപ്പിച്ചാൽ എന്ത് സംഭവിക്കും എന്നുള്ളത് ശബരിമല അയ്യപ്പൻ്റെ സ്വർണം വരെ അടിച്ചെടുത്തുകൊണ്ടുപോയി. അപ്പോൾ ഇങ്ങനെ നിരന്തരമായി തട്ടിപ്പടത്തുന്ന ഒരാളെ സർക്കാരിന് ഒരു പ്രോജക്റ്റ് ഏൽപ്പിച്ചാൽ എന്ത് സംഭവിക്കും എന്നുള്ള അദ്ദേഹത്തിൻ്റെ മുൻകാല അനുഭവങ്ങളിൽ നിന്ന് വ്യക്തമാണല്ലോ. പണമുണ്ട് എന്നുള്ളത് മാത്രമാണോ സർക്കാരിന് ഒരു പ്രോജക്റ്റ് ഏൽപ്പിക്കാനുള്ള മാനദണ്ഡം? തീർച്ചയായിട്ടും അന്വേഷണം ആവശ്യമാണ്. ഇത് പിന്നെ അന്താരാഷ്ട്ര ഇടപാടുകളൊക്കെ നടത്തിയിട്ടുള്ളൊരു വിഷയമല്ലേ. ഒരു കേന്ദ്ര അന്വേഷണ ഏജൻസി നിഷ്പക്ഷമായ ഒരു അന്വേഷണം നടത്തണം. സത്യസന്ധവും സുതാര്യവുമായിട്ടുള്ള ഒരു അന്വേഷണം നടത്തണം. അതിനു മുമ്പ് കായിക മന്ത്രി ഇക്കാര്യങ്ങൾ തുറന്നു പറയണം. ഏറ്റവും ആദ്യം ചെയ്യേണ്ടത് കായിക മന്ത്രി അതിൻ്റെ നിലപാട് വ്യക്തമാക്കലാണ്. ധിക്കാരവും അഹങ്കാരവും അധികാരത്തിൻ്റെ ധാർഷ്ട്യമൊന്നുമല്ല കേരളത്തിൽ ജനങ്ങളോട് കാണിക്കേണ്ടത്. ഇതുമായി ബന്ധപ്പെട്ട മുഴുവൻ ഇടപാടുകളെയും സംബന്ധിച്ച് തുറന്നു പറയാൻ, മറുപടി പറയാൻ കായിക മന്ത്രിക്ക് ഉത്തരവാദിത്തമുണ്ട്. അല്ലാതെ തോന്നുമ്പം മെസ്സി വരുന്നും തോന്നുമ്പോൾ മെസ്സി വരില്ല എന്നും അതിൻ്റെ പേരിൽ കുറേ പണം ചെലവഴിച്ചൊന്നും പോകാൻ ഇത് വെള്ളരിക്കപ്പട്ടണമല്ല. ഇതൊരു ജനാധിപത്യ രാജ്യമാണ്. അതിനകത്തുള്ളൊരു സ്റ്റേറ്റാണ് കേരളം. ഇവർക്ക് സ്വന്തമായി കേരളം തീരെഴുതി കൊടുത്തിട്ടില്ല. ഇതിൽ കായിക മന്ത്രി അല്ലാതെ മുഖ്യമന്ത്രി ഇതുവരെ ഇതുമായി ബന്ധപ്പെട്ട ഒരു കാര്യത്തിനെ എൻഡോസ് ചെയ്ത് സംസാരിച്ചിട്ടില്ല. അപ്പൊ അതിൽ നിങ്ങൾ സർക്കാരിനെതിരെ പറയുന്നതിൽ വലിയ കഴമ്പുണ്ടെന്ന് തോന്നുന്നില്ല. കാരണം കായിക മന്ത്രിയാണ് ഇതിലെല്ലാ കാര്യങ്ങളും പറഞ്ഞത്. കായിക മന്ത്രി സർക്കാരിന്റെ ഭാഗമല്ലേ? ഇന്നലെ ഞങ്ങളുടെ ലേഖകൻ സമീർ ബിൻ കരീമിനോട് തട്ടിക്കയറുന്നത് കായിക മന്ത്രിയാണ്. ചോദിച്ചത് എന്താണ്? നവംബർ വിൻഡോയിൽ ഇപ്പോൾ വരില്ല എന്നാണല്ലോ പറയുന്നത്. അപ്പൊ മെസ്സിന്ന് കേൾക്കുമ്പോൾ മന്ത്രിക്ക് ആരാധന പ്രശ്നമുണ്ടല്ലോ. അപ്പോൾ ഞാൻ ചോദിക്കുന്നത്, കായിക മന്ത്രി സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗമായിട്ടുള്ള മന്ത്രിസഭയിലൊരു അംഗമല്ലേ? അതിൻ്റെ ഹെഡ് ആരാണ്? അങ്ങനെയാണ് മുഖ്യമന്ത്രി പറയണം. മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ അവലോകനം ഉണ്ടായിട്ടുണ്ട്. അല്ല, അത് വളരെ വ്യക്തമല്ലേ. മന്ത്രിസഭയിലൊരു അംഗം മുഖ്യമന്ത്രിയുടെ അറിവോ സമ്മതമോ ഇല്ലാതെ മുഖ്യമന്ത്രിയെക്കുറിച്ച് അറിയുന്ന ഒരാൾ പറയോ? അത് ഈ മന്ത്രിസഭയെക്കുറിച്ച് അറിയുന്ന ഏതെങ്കിലും ഒരാൾ പറയോ? മുഖ്യമന്ത്രിക്ക് അറിയാതെ കായിക മന്ത്രി സ്വന്തം നിലക്ക് ഇത്തരം ഒരു പ്രവൃത്തിയിൽ ഏർപ്പെടുന്നു. അപ്പം പി എം ശ്രീ വിദ്യാഭ്യാസ മന്ത്രി തനിയെ ഒപ്പിടും, വിദ്യാഭ്യാസ മന്ത്രി പിന്നെ സ്വയം തീരുമാനമെടുക്കും എന്നാരെങ്കിലും പറയോ? മുഖ്യമന്ത്രി അറിയാതെ. അപ്പം RSSുമായി ഒരു ഡീലുണ്ടാക്കി, BJPയുമായി ഒരു ഡീലുണ്ടാക്കി, ആ ഡീലിൻ്റെ ഭാഗമായി PM ശ്രീയിൽ ഒപ്പുവെച്ചു. അതിൻ്റെ ബെനിഫിറ്റ് ഉണ്ട് സംസ്ഥാന സർക്കാരിന്. ഉണ്ണികൃഷ്ണൻ പോറ്റിയെ വെക്കുന്നതിൽ ബെനിഫിറ്റ് ഉണ്ട് സംസ്ഥാന സർക്കാരിന്. അതുപോലെ ഈ സ്പോൺസറെ കണ്ടെത്തി, ഈ സ്പോൺസറുടെ പേരിൽ കുറേ വ്യാജ പ്രചരണങ്ങൾ നടത്തി. ഞാൻ പറയുന്നത് 1 രൂപ പോലും അർജൻറ്റീന ഫുട്ബോൾ അസോസിയേഷന് കൊടുത്തിട്ടുണ്ടാവില്ല. 1 രൂപ പോലും കൊടുത്തിട്ടുണ്ടാവില്ല. എന്നാലും അദ്ദേഹം പറയുന്നുണ്ട് പൈസ ഒന്നും ഞങ്ങൾക്ക് തിരിച്ചു വേണമെന്ന്. പൈസ തിരിച്ച് തരണമെങ്കിൽ പൈസ കൊടുക്കണ്ടേ?
പൈസ വേറെ എവിടെയൊക്കെ കയറ്റി അയച്ചിട്ടുണ്ടോ? ഇതിൻ്റെ മറവിൽ വേറെ ഏതെങ്കിലും രാജ്യത്തേക്കോ, ഇനി അർജൻറ്റീനയിലേക്കോ യൂറോപ്പിലേക്കോ പണം അയച്ചിട്ടുണ്ടോ? അതിൻ്റെ വിശദാംശങ്ങൾ മന്ത്രിയാണ് പറയേണ്ടത്. കാരണം സംസ്ഥാന സർക്കാരിന് വേണ്ടിയിട്ടാണ് ഈ പണം ചെലവഴിച്ചത്. അല്ലാതെ വേറെ സ്വകാര്യ വ്യക്തി സ്വന്തം നിലക്ക് ഒരു പരിപാടി അനൗൺസ് ചെയ്തു, ആ പരിപാടിക്ക് പണം മുടക്കി, അതൊന്നും ഇവിടെ ആർക്കും അറിയേണ്ട കാര്യമില്ല. ഇത് സംസ്ഥാന സർക്കാരിന് വേണ്ടിയിട്ടാണ് ഈ പണം ചെലവഴിച്ചു എന്ന് മന്ത്രിയും ഈ പറയുന്ന ആളുകളൊക്കെ അവകാശപ്പെട്ടത്. അപ്പോൾ അതിൻ്റെ വിശദാംശങ്ങൾ കേരളത്തിലെ ജനങ്ങൾക്ക് അറിയാനുള്ള ബാധ്യതയുണ്ട്. മുഖ്യമന്ത്രി പങ്കെടുത്തിട്ടില്ലേ അവലോകന യോഗത്തിൽ? ഇല്ലേ? മുഖ്യമന്ത്രി ഉൾപ്പെടെ അവലോകന യോഗം അടക്കം നടത്തിയിട്ടുണ്ട് എങ്കിൽ ഇനി മുഖ്യമന്ത്രിയുടെ അറിവും സമ്മതവും ഇല്ല എന്ന് പറയാൻ കഴിയില്ലല്ലോ. അപ്പോൾ ഇതിന് മുഖ്യമന്ത്രി മറുപടി പറയണം. ഈ ജനങ്ങളെ ഇങ്ങനെ അധികം കബളിപ്പിച്ച് കോടികളുടെ ഇടപാട് നടത്തി ഏതാണ്ട് 500 കോടിയുടെ ഇടപാടുകളുമാണ് ഇതിൻ്റെ പേരിൽ നടത്തിയെന്ന അവകാശവാദം. അപ്പോൾ ഇത്രയും വലിയ ഒരു സാമ്പത്തിക ഇടപാട് നടത്തിയൊരു വിഷയത്തിൽ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി മറുപടി പറയണം, കായിക മന്ത്രി മറുപടി പറയണം. അത് കൃത്യമായി കേരളത്തിലെ ജനങ്ങൾക്ക് അറിയാൻ ബാധ്യതയുണ്ട്. അതിൽ നിന്ന് ധാർഷ്ട്യവും ധിക്കാരവും അഹങ്കാരവും ഒന്ന് കാണിച്ച് മാറി നിൽക്കാൻ മുഖ്യമന്ത്രിക്കോ കായിക മന്ത്രിക്കോ സാധ്യമല്ല. അല്ല, PM ശ്രീ കൃത്യമായിട്ട് അറിയാലോ RSSൻ്റെ അജണ്ടയാണ്. BJPയുടെ മുൻ സംസ്ഥാന പ്രസിഡന്റ് പറഞ്ഞു, ഇനി സവർക്കറെക്കുറിച്ച്, ഹെഗ്ഡേവാറിനെക്കുറിച്ച് കേരളത്തിലെ കുട്ടികളെ പഠിപ്പിക്കാൻ വേണ്ടി പോകുന്നു. ABP കേരളത്തിലെ വിദ്യാഭ്യാസ മന്ത്രി ശിവൻകുട്ടിയെ അഭിനന്ദിക്കുന്നു. വളരെ വ്യക്തമാണ് RSSൻ്റെ അജണ്ടകൾ കേരളത്തിൽ നടപ്പിലാക്കാനും ഒരു വേദി ഒരുക്കി കൊടുക്കുന്ന ഒരു പണിയാണ് കേരള സർക്കാർ സ്വീകരിച്ചത്. നേരത്തെ CA/NRC നടപ്പിലാക്കില്ല എന്നൊക്കെ വലിയ അവകാശവാദം ഉന്നയിച്ച് തെരഞ്ഞെടുപ്പിൻ്റെ തലേന്ന് കയ്യടി നേടാൻ വേണ്ടി പ്രഖ്യാപനം നടത്തിയതുപോലെ വലിയ പ്രഖ്യാപനം നടത്തിയവർ മുൻകാലങ്ങളിൽ ദേശീയ വിദ്യാഭ്യാസ നയം കേരളത്തിൽ നടപ്പിലാക്കില്ല എന്ന അവകാശവാദം ഉന്നയിച്ചവരാണ് കേരള സർക്കാർ. ആ സർക്കാരാണ് അതും ഭരണത്തിൻ്റെ അവസാന നാളുകളിൽ RSSുമായി ഒരു ധാരണയുണ്ടാക്കുന്നത്. അപ്പോൾ കേന്ദ്രത്തിൽ നിന്ന് എന്തെങ്കിലും ഫണ്ട് കിട്ടാൻ വേണ്ടിയിട്ടല്ല എന്നുള്ളത് വളരെ വ്യക്തമാണ്. കാരണം ഏതാനും നാളുകൾ മാത്രമാണ് സർക്കാരിൻ്റെ മുമ്പിൽ ഇനി ബാക്കിയുള്ളത്. ഇനി കേരളത്തിൽ എന്തായാലും ഇടതുപക്ഷ അധികാരത്തിൽ വരാനും പോകുന്നില്ല. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായം ഉണ്ടാവും, ഞങ്ങൾക്ക് ഞങ്ങളുടെ അഭിപ്രായം ഉണ്ടാവും. കേരളത്തിൽ ഇടതുപക്ഷം ഇനി അധികാരത്തിൽ വരാൻ പോകുന്നില്ല, ഒരു സംശയം വേണ്ട, എഴുതി വെച്ചോളൂ. അപ്പോൾ അങ്ങനെ അവസാന നാളുകളിൽ RSSുമായി ഒരു കരാർ ഉണ്ടാക്കണമെങ്കിൽ അതിൻ്റെ പിന്നിലും മറ്റെന്തോ ഡീലുണ്ട്. തമിഴ്നാട് പോലെ അതിധീരമായ നിലപാട് സ്വീകരിച്ച സർക്കാരുകൾ നമ്മുടെ മുമ്പിൽ നിൽക്കുമ്പോഴാണ് PM ശ്രീ പദ്ധതിയിൽ സർക്കാർ ഒപ്പുവെക്കുന്നത്. ഇതിന് കേരള ജനത പൊറുക്കില്ല. കാരണം കേരളം തള്ളിക്കളഞ്ഞ ആശയങ്ങളെ സർക്കാർ ചെലവിൽ അവതരിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ PM ശ്രീ കരാറിൽ കേരള സർക്കാർ ഒപ്പുവെച്ചത്. അതിനെതിരെയുള്ള ജനവിധി ഈ വരുന്ന പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലും നിയമസഭാ തെരഞ്ഞെടുപ്പിലുമൊക്കെ കേരളം കാണുക തന്നെ ചെയ്യുമെന്ന കാര്യത്തിലൊരു തർക്കവും വേണ്ട. അബ്ദുറഹ്മാന്റെ അജണ്ട എന്താണ് ഇതിൽ? കാരണം എന്താ പറയുക, അബ്ദുറഹ്മാനോട് ഇപ്പോൾ നമുക്ക് ചോദ്യം ചോദിക്കാൻ പറ്റില്ല. മെസ്സിന്ന് കേൾക്കുമ്പോൾ അയാൾ അസ്വസ്ഥനാവുകയാണ്, ഉടനെ ചീത്ത വിളിയാണ്. ഇത് ഒരാളോടല്ല കേട്ടോ, ഏത് മാധ്യമപ്രവർത്തകനോടും ഇതാണ് അവസ്ഥ. ഒന്ന്, അയാൾ മാധ്യമപ്രവർത്തകനിൽ നിന്ന് ഒഴിഞ്ഞു മാറണം. കാരണം ഇന്നലെ മെനഞ്ഞാന്ന് മലപ്പുറത്ത് സംവാദം ഉണ്ടായിരുന്നു, കായിക മന്ത്രിയും കായിക താരങ്ങളൊക്കെ പങ്കെടുത്തു. അതിൽ അദ്ദേഹം ആദ്യം അവിടുത്തെ ആൾക്കാരോട് ചോദിക്കുന്നത് എന്തിനാണ് ചാനലുകാരെ വിളിച്ചതെന്നാണ്. അപ്പോൾ എന്താ യഥാർത്ഥത്തിൽ അബ്ദുറഹ്മാന്റെ പ്രശ്നം? എന്നൊക്കെ എന്താ തോന്നുന്നത്? അതായത് മാധ്യമങ്ങളുടെ മുമ്പിൽ അദ്ദേഹത്തിന് എന്തോ ഒളിച്ചു വെക്കാനുണ്ട്. ഈ വ്യാജ പ്രചരണങ്ങളൊക്കെ നടത്തി ആദ്യം മെസ്സിയെ ക്ഷണിക്കാനെന്ന പേരിൽ അർജന്റീനയിലേക്ക് ഒരു യാത്ര പോകുന്നു. ദുരൂഹമായ സാഹചര്യത്തിൽ ഒരു സ്പോൺസറെ വെക്കുന്നു. ദുരൂഹമായ സാഹചര്യത്തിൽ കലൂർ സ്റ്റേഡിയത്തിൻ്റെ നവീകരണം അദ്ദേഹത്തെ ഏൽപ്പിക്കുന്നു. കുറേ പ്രഖ്യാപനങ്ങൾ നടത്തുന്നു, കുറേ വാചക കസർത്തുകൾ നടത്തുന്നു, കേരളത്തിന് ഇന്ന് വരെ പരിചയമില്ലാത്ത തള്ളുകൾ നടത്തുന്നു. അവസാനം അതിൻ്റെ സത്യം പുറത്തു വരുന്നു. അദ്ദേഹം വരില്ല, മെസ്സി വരില്ല, അർജന്റീന വരില്ല. അപ്പോൾ ഈ പ്രചരണം, ഈ വ്യാജ പ്രചരണങ്ങളുടെ പിന്നിൽ
ഒരു താല്പര്യമുണ്ട്. ആ താല്പര്യം നിഗൂഢമാണ്. അത് സാമ്പത്തിക താല്പര്യമാണോ മറ്റെന്തെങ്കിലും ഇടപാടാണോ എന്നുള്ളത് ഒന്നുകിൽ കായിക മന്ത്രി തുറന്നു പറയണം. ഇവരെന്താ ചെയ്തതെന്ന് നമ്മൾ അന്വേഷണ ഏജൻസി അല്ലല്ലോ. ഇതിന് പിന്നിൽ നടത്തിയ ഇടപാടുകൾ സുതാര്യമാണെങ്കിൽ ആ സുതാര്യത മാധ്യമങ്ങളോട് പറയാൻ എന്തിനാണ് കായിക മന്ത്രി മടിക്കുന്നത്? മെസ്സി എന്ന് കേൾക്കുമ്പോൾ എന്തിനാണ് കായിക മന്ത്രി ഹാലിലിളകുന്നത്? കേരളത്തിലെ മുഖ്യമന്ത്രി എന്തുകൊണ്ടാണ് ഇത് സംബന്ധിച്ച് മൗനം പാലിക്കുന്നത്? അപ്പോൾ ഇവർക്ക് എന്തോ ഒളിച്ചു വെക്കാനുണ്ട്. അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ, കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിലെ പോലെ ഈ കോവിഡും അതിൻ്റെ പേരിലുള്ള കിറ്റും ഒന്നും കൊടുത്ത് ഇനി കേരളത്തിലെ ജനങ്ങളെ കബളിപ്പിക്കാൻ കഴിയില്ല. അപ്പോൾ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിന് വേണ്ടി ഒരുക്കി വെച്ച കോടിക്കണക്കിന് രൂപ അത് മറ്റേതെങ്കിലും വഴികളിൽ നിയമപരമായി പുറത്തേക്ക് കൊണ്ടുപോയി ഹവാല വഴി കൊണ്ടുവന്ന് തെരഞ്ഞെടുപ്പിൽ നിക്ഷേപിക്കാനാണോ? തെരഞ്ഞെടുപ്പിന് ചെലവഴിക്കാനാണോ? എന്താണിത് സംബന്ധിച്ചുള്ള ദുരൂഹത എന്നുള്ളതിനെ സംബന്ധിച്ച് ഒന്നുകിൽ കായിക മന്ത്രി തുറന്നു പറയണം, അതല്ലെങ്കിൽ നിഷ്പക്ഷമായ ഒരു അന്വേഷണം നടത്തി ഇത് ജനങ്ങളെ അറിയിക്കണം. മെസ്സി വരാനുള്ള ഒരു നടപടി സ്വീകരിച്ചിട്ടില്ല, ഉറപ്പാണ്. എന്ത് വിൻഡോ? ഏത് വിൻഡോ? എന്താ ഈ വിൻഡോ? ഏത് വിൻഡോയെക്കുറിച്ചാണ് ഇവർ ഈ പറയണത്? അല്ല, അന്വേഷണം നടത്തിയപ്പോൾ നമുക്ക് ബോധ്യമായിട്ടുള്ള കാര്യമാണ്. ഇത് മെസ്സിയെ കൊണ്ടുവരാനുള്ള ഒരു ശ്രമവും നടത്തിയിട്ടില്ല. അർജന്റീന ഫുട്ബോൾ അസോസിയേഷൻ ഒരു രൂപ പോലും കൊടുത്തിട്ടില്ല. അവരെ ട്വിറ്ററിലോ മറ്റോ ഒരു ട്വീറ്റ് ചെയ്യാൻ വേണ്ടി എന്തോ ഇത്രയും വ്യാജരേഖയും ഒക്കെ ചമയ്ക്കുന്ന ഒരാൾക്ക്, കോടിക്കണക്കിന് രൂപ തട്ടിയെടുക്കുന്ന, സർക്കാരിൻ്റെ മരമൊക്കെ മുറിച്ചുകൊണ്ടുവന്ന ഒരാൾക്ക്, ഈ ട്വിറ്റർ ഹാൻഡിൽ ചെയ്യുന്ന ഒരാൾക്ക് എത്തുന്ന ഒരു മെസ്സി അദ്ദേഹത്തിൻ്റെ സോഷ്യൽ മീഡിയ അക്കൗണ്ടിൽ കേരളത്തിൽ വരുന്ന കാര്യം പറഞ്ഞിട്ടില്ല. അങ്ങനെയാണെങ്കിൽ മെസ്സി പറയില്ലേ? മെസ്സി സോഷ്യൽ മീഡിയ അക്കൗണ്ടിൽ ഇന്ത്യയിൽ വരുന്ന കാര്യം പറഞ്ഞിട്ടുണ്ട്, ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളിൽ സന്ദർശിക്കുന്ന കാര്യം പറഞ്ഞിട്ടുണ്ട്. കേരളത്തിൽ വരുന്ന കാര്യമേ മെസ്സി മിണ്ടിയിട്ടില്ല. വരാൻ എന്തെങ്കിലും ചെയ്യണ്ടേ? എന്തെങ്കിലും ആരെങ്കിലും ചെയ്യണ്ടേ വരണമെങ്കിൽ? ഇതൊക്കെ വ്യാജ പ്രചരണമാണ്, ജനങ്ങളെ കബളിപ്പിച്ചതാണ്. പക്ഷെ ജനങ്ങളെ ഇപ്പോഴും ജനങ്ങളെ എന്നിട്ട് വളരെ സിമ്പിളല്ല, ഇത് പ്രീ പ്ലാൻ. ഞാൻ പറയാം പ്രീ പ്ലാൻഡ് ആണെന്ന് പറഞ്ഞാൽ ഇപ്പോഴും നിങ്ങൾ ചിലരെങ്കിലും വിശ്വസിക്കുന്നുണ്ടല്ലോ ഈ മെസ്സി മാർച്ചിൽ വരുമെന്ന്. തുടക്കം മുതലേ ഞങ്ങളൊക്കെ സ്വകാര്യ സംഭാഷണത്തിൽ എല്ലാവരും പറഞ്ഞിട്ട് ഒരു കാരണവശാലും മെസ്സി വരാൻ പോകുന്നില്ല. അന്ന് പറഞ്ഞ പല ആളുകളെയും ക്രൂശിച്ചു. അങ്ങനെ ക്രൂശിക്കപ്പെടാൻ താല്പര്യമില്ലാത്ത ആളുകൾ അത് പുറത്തു പറഞ്ഞില്ല. ഇപ്പോൾ ഈ പ്രീ പ്ലാൻഡ് എന്ന് പറയാനുള്ള കാരണം ഇത് ഉറപ്പാണ്. അവസാനം പറയും ഇത് ഫിഫയുടെ തലയിൽ വെക്കുമെന്നെങ്കിൽ, അല്ലെങ്കിൽ AFAയുടെ തലയിൽ വെക്കും, അല്ലെങ്കിൽ മെസ്സിയുടെ മകൻ്റെ തലയിൽ വെക്കും. മകന് പനിയായിരുന്നു അങ്ങനെ എന്തെങ്കിലും പറഞ്ഞാൽ മതിയല്ലോ. എന്തെങ്കിലും ഒരു കാരണം പറഞ്ഞിട്ട് മെസ്സി വരുന്നില്ല എന്ന് പറഞ്ഞാൽ മെസ്സിക്ക് പോയി എന്ന് പറഞ്ഞാൽ പോരെ. അതിൻ്റെ പുറമെ മെസ്സിക്കാണ് നഷ്ടം. കേരളത്തിൽ വന്നില്ലെങ്കിൽ മെസ്സിക്കാണ് നഷ്ടം. കേരളത്തിൽ വരാതെ മെസ്സി വേറെ ഏതെങ്കിലും സ്റ്റേറ്റിൽ കളിച്ചാൽ മെസ്സി വിവരം അറിയും. ഇങ്ങനെയൊക്കെ പറയുന്നത് കേൾക്കാനുള്ള ഒരു വിധി കേരളത്തിലെ ജനങ്ങൾക്കുണ്ടായിപ്പോയല്ലോ. ഒരു സർക്കാരും ഒരു സർക്കാർ സംവിധാനമൊക്കെ കേരളത്തിലെ ജനങ്ങളെ ഇങ്ങനെ വിഡ്ഢികളാക്കുകയാണ്. മെസ്സി വന്നില്ലെങ്കിൽ മെസ്സിക്കാണ് നഷ്ടം എന്നൊക്കെ പറയുന്നത് കേട്ടിരിക്കാനുള്ളൊരു വിധി ഉണ്ടായില്ലേ നമുക്ക്? അപ്പോൾ ഇതൊക്കെ പറഞ്ഞ് അവസാനം ഈ പറഞ്ഞ ആരുടെയെങ്കിലുമൊക്കെ തലയിൽ വെച്ചിട്ട് ഒഴിഞ്ഞു മാറിയിട്ട് മാർച്ച് വരെ തൽക്കാലം പിടിച്ചേക്കാമല്ലോ. ഈ തട്ടിപ്പ് നടത്തുന്ന ആൾക്കാരൊക്കെ എന്താ ചെയ്യുക? ആ ഒരു എന്താ പറയുക, കറണ്ട് ടൈം അങ്ങ് മാനേജ് ചെയ്യും. കറണ്ട് സിറ്റുവേഷൻ, ആ കറണ്ട് സിറ്റുവേഷൻ മാനേജ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ മാർച്ച് വരെ പിടിച്ചേക്കുക. മാർച്ചിലെ ഇലക്ഷനല്ലേ? ആ ഇലക്ഷൻ സമയത്ത് അതോടെ ആ സമയം കൂടി വേറെ എന്തെങ്കിലും കാരണം പറഞ്ഞ് കഴിഞ്ഞാൽ പിടിച്ചു തന്നാൽ അതിൻ്റെയൊക്കെ പേരിൽ ഇവർക്ക് പല കാര്യങ്ങളും നടത്താമല്ലോ. ആ നടത്തിയ കാര്യങ്ങൾ എന്താണ്? ഇപ്പം സാമാന്യ ബുദ്ധിയുള്ള ആർക്കും അറിയില്ല എന്തിനപ്പം വെറുതെ ഇങ്ങനൊരു കളവ് പറയുന്നത്. അപ്പോൾ വെറുതെ പറയില്ല. ഈ ആളുകളൊന്നും വെറുതെ ഒന്നും പറയില്ല. അവർ തന്നെ പറഞ്ഞിട്ടുണ്ട്, ഞങ്ങൾ പണം ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഞങ്ങൾക്ക് പണം തിരിച്ചു കിട്ടും, ഞങ്ങൾക്ക് പേര് കിട്ടും. അങ്ങനെ പേരും പണവും ഒന്നും കിട്ടാതെ ഞങ്ങളൊരു പരിപാടിക്ക് ഇറങ്ങില്ലെന്ന് അവർ തന്നെ പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ കലൂർ സ്റ്റേഡിയത്തിന് 100 കോടി രൂപ ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ അതെങ്ങനെ തിരിച്ചു കിട്ടുന്നത്?
139 കോടിയല്ല, അതിൽ ഇരട്ടിയോളം ചെലവഴിക്കേണ്ടി വരുമെന്ന് പറഞ്ഞത് അർജൻറ്റീനൻ ടീം വരാൻ. അപ്പോൾ അത് എവിടുന്നാണ് തിരിച്ചു കിട്ടുന്നത്? ഇതൊക്കെ നമ്മളെ ഒരു ലോജിക്ക് അനുസരിച്ച് ചിന്തിച്ചാൽ നമുക്ക് മനസ്സിലാകുന്ന കാര്യങ്ങളല്ലേ. ഈ പണമൊന്നും ഒരു മുതലാളി ചെലവഴിക്കാൻ പോകുന്നില്ല. ചെലവഴിക്കുന്നുണ്ടെങ്കിൽ മറ്റെന്തോ താല്പര്യമാണ്. അത് അന്വേഷിക്കട്ടെ. അല്ലാതെ ഈ മെസ്സി അനുഭവിക്കുന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് അങ്ങനെ രക്ഷപ്പെടാൻ കഴിയില്ല. അങ്ങനെ ആർക്കും മാറി നിൽക്കാൻ കഴിയില്ല. ഇത് കൃത്യമായ മറുപടി പറയണം. കായിക മന്ത്രിയാണ് ഇതിന് മറുപടി പറയേണ്ടത്. നമ്മളേതെങ്കിലും സ്വകാര്യ വ്യക്തി, അതാണ് നമ്മൾ ഏതെങ്കിലും സ്വകാര്യ വ്യക്തികളോടല്ല ഈ ചോദ്യങ്ങൾ ചോദിക്കുന്നത്. സ്വകാര്യ വ്യക്തികൾക്ക് എന്ത് കളവും പറയാം, എന്തു തള്ളലും നടത്താം. പക്ഷെ ഒരു സംസ്ഥാന സർക്കാരിനെ ചുവട് പിടിച്ച് ഒരു സർക്കാർ സംവിധാനം അംഗീകരിച്ച ഒരു വ്യക്തി എന്ന നിലയിൽ അദ്ദേഹം പറയുമ്പോൾ സംസ്ഥാന സർക്കാരിന് അതിനകത്ത് ഉത്തരവാദിത്തമുണ്ട്. അതിന് കൃത്യമായി കായിക മന്ത്രി മറുപടി പറയണം. കേരളത്തിലെ മുഖ്യമന്ത്രി മറുപടി പറയണം. മാധ്യമപ്രവർത്തകർക്ക് മുഖ്യമന്ത്രിയോട് ചോദിക്കാനുള്ള റൈറ്റ് ഉണ്ട്. മുഖ്യമന്ത്രി അതിന് മറുപടി പറഞ്ഞേ പറ്റൂ. കായിക മന്ത്രി അതിന് മറുപടി പറഞ്ഞേ പറ്റൂ. ഒരു സംശയം വേണ്ട, മറുപടി പറയിപ്പിക്കും കേരളത്തിലെ ജനങ്ങൾ.